ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്നെ നിങ്ങൾക്കറിയാമോ? എൻ്റെ പേര് സിസ്റ്റർ രമ്യ തെരേസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം സിസ്റ്റർ പറയാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സമ്മാനങ്ങളാണ്. ഗിഫ്റ്റ് ഓഫ് ഗോഡ്. എവറി പേഴ്സൺ ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അപ്പോൾ ഇതേക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. എഫേസ്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നാം എല്ലാവരും ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മളെല്ലാവരും ആരാ? ദൈവത്തിൻ്റെ കരവേലയാണ്. അപ്പം നമ്മൾ ആരോട് ചേർന്ന് നിൽക്കണം? ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അപ്പം നമ്മളെക്കുറിച്ചുള്ള ലക്ഷ്യം എന്താ? മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ യേശുക്രിസ്തുവിലൂടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നമ്മളാകുന്ന കരവേലയാകുന്ന ഗിഫ്റ്റ് ഓഫ് ഗോഡാണ്. നമ്മുടെ ജീവിതത്തിൽ, ശൂന്യമായ നമ്മുടെ ജീവിതത്തിൽ ഈശോ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും ഉണ്ടാവും. ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നന്മകൾ വരാൻ തുടങ്ങും. ഈശോ നമ്മുടെ ഉള്ളിലേക്ക് കയറി. ഇനി നമ്മുടെ ജീവിതത്തിൽ നിന്നും സൽപ്രവൃത്തികളാകുന്ന നന്മകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സൽപ്രവൃത്തികളാകുന്ന നന്മകൾ വന്ന് നമ്മുടെ ജീവിതം നിറയെ സൽപ്രവൃത്തികൾ കൊണ്ട് നിറയുകയാണ്. അപ്പോൾ ഈശോയോടൊപ്പം മാത്രമേ നമുക്ക് സൽപ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കുഞ്ഞുമക്കളെ, നമുക്കെല്ലാവർക്കും ഈശോയോട് ചേർന്നതുകൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്യുന്ന മക്കളായി തീരാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.